തെറ്റ് ചെയ്ത സ്ത്രീയെ പിടികൂടി തെരുവിലേക്ക് വലിച്ചിഴച്ചു. ആളുകൂടി അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ. അവൾ ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടിട്ടൊന്നുമല്ല. എല്ലാവരും തെറ്റുകാരിയായി വിധിച്ചവളെ കല്ലെറിയാൻ തനിക്കുമെന്തോ അധികാരമുണ്ടെന്ന മട്ടിൽ കല്ലുമെടുത്ത് നിൽപ്പാണ് ഓരോരുത്തരും. എന്ത് പ്രാകൃതമാണല്ലേ തെറ്റ് ചെയ്തവരെ തെരുവിലേക്ക് വലിച്ചഴക്കുക, കല്ലെറിഞ്ഞു കൊല്ലുക. പക്ഷേ ഇന്നും അധികം മാറിയിട്ടൊന്നുമില്ല. തെറ്റ് ചെയ്തവരെ തിരുത്താനൊന്നുമല്ലല്ലോ, പിടികൂടാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. മാധ്യമത്തെരുവുകളിലേക്ക് വലിച്ചിഴയ്ക്കാറുണ്ടല്ലോ. കല്ലിനേക്കാൾ കനമുള്ള വാക്കേറ് നടക്കാറുണ്ടല്ലോ. ഒന്നും അറിയില്ലെങ്കിലും നാമും ആ ആൾക്കൂട്ടത്തിൽ ഒരാളാകാറുണ്ടല്ലോ. സത്യത്തിൽ മറ്റുള്ളവരുടെ വീഴ്ച കാണുന്നതും സംസാരങ്ങളിലേക്ക് അവരെ വലിച്ചിഴയ്ക്കുന്നതും വിധിവാക്കെറിയുന്നതും നാമും ചിലപ്പോൾ ആസ്വദിക്കാറില്ലേ? നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുതിർന്നവർ മുതൽ ഓരോരുത്തർ കല്ല് താഴേട്ട് മടങ്ങി എന്നാണ് ബൈബിളിൽ. ജ്ഞാനവും പ്രായവുമുള്ള ഏതോ ഒരാളിലാണ് ആ വചനം ആദ്യം തറച്ചത്. വിധിക്കാൻ യോഗ്യതയില്ല എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ആ മുതിർന്ന ഒരാളെയാണ് ഇന്നീ വചനം വായിക്കുമ്പോൾ അനുകരിക്കേണ്ടത്. വീണ് കിടക്കുന്നവർക്ക് നേരെ നാം നടത്തുന്ന കല്ലേറ് പലപ്പോഴും ധാർമ്മികതയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല എന്ന് നമുക്ക് തുറന്നങ്ങ് സമ്മതിക്കാം. എറിഞ്ഞു തുടങ്ങിയാൽ തുടർന്നെറിയാൻ ആളുണ്ടാവും നമുക്ക് പിന്നിൽ. എറിയേണ്ടെന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ തെറ്റ് ചെയ്തവന് ലഭിക്കുന്നത് തിരുത്താനൊരവസരം കൂടിയായിരിക്കും.